എൻ്റെ ആശ്രയം അത് യഹോവയിൽ, എൻ്റെ സംഗീതം യാഹന്ന ദൈവത്തിൽ. വൻകിരീലൻ കൺകളുയരും, എൻ സഹായം നിശ്ചയം വരും. വൻകിരീലൻ കൺകളുയരും, എൻ സഹായം നിശ്ചയം വരും. എൻ്റെ ആശ്രയം അത് യഹോവയിൽ, എൻ്റെ സംഗീതം യാഹന്ന ദൈവത്തിൽ. പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയ ദൈവമക്കളെ, നാം യഹോവയിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ, യഹോവ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കുകയാണെങ്കിൽ, നിശ്ചയമായും അല്പം വൈകിയാലും പ്രതിഫലമുണ്ടാകും. നാം ദൈവപ്രവൃത്തികളെ കാണും, അനുഭവിക്കും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-8 വചനങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതേ പ്രിയ ദൈവമക്കളെ, സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവനെ കുറിച്ചല്ല നാം ഇവിടെ വായിച്ചത്. ഏത് സാഹചര്യത്തിലും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇതേ അധ്യായം 5-ാം വചനത്തിൽ വായിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അതേ, നാം യഹോവയിൽ ആശ്രയിക്കുന്നു എന്ന് പറയുകയും പലപ്പോഴും നാം മനുഷ്യരിൽ ആശ്രയിക്കുകയും നമ്മുടെ സ്വന്തം വിവേകത്തിൽ നാം ഊന്നി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് നാം യഹോവയെ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു, യഹോവയെ വിട്ടകന്നിരിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ യഹോവയോട് അടുത്തിരിക്കുന്നത് നമുക്ക് നല്ലത്. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രത്യേകത 8-ാം വചനത്തിൽ നാം വ്യക്തമായി വായിക്കുന്നു. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതായ വൃക്ഷം പോലെ ഇരിക്കും. അത് വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം, അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്നാമത്, അത് ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. സ്തോത്രം. അതിൻ്റെ വേര് ആറ്റിനരികെ ആ മണ്ണിൽ ഊന്നി അധികം വേരുറച്ചിരിക്കുന്ന വൃക്ഷം പോലെ ആയതിനാൽ യാതൊരു പ്രതിസന്ധികൾക്കും അതിനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. മാത്രമല്ല, ഇങ്ങനെ ആഴത്തിൽ വേരൂന്നി വളരുന്ന വൃക്ഷം പെട്ടെന്ന് നാം വിചാരിക്കുന്ന സമയത്ത്, നാം പ്രതീക്ഷിക്കുന്ന സമയത്ത്, നാം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ വളർച്ചയിലെത്തണമെന്നില്ല. സ്തോത്രം. അത് എത്രത്തോളമാണോ പതിയെ പതിയെ അതിൻ്റെ വേരുകൾ ആഴത്തിൽ ഊന്നുന്നത്, അത്രത്തോളമാണ് പുറമേ അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ സ്ട്രെങ്തും നമുക്ക് കാണുവാനിടയായിത്തീർന്നത്. വളർച്ചയും അങ്ങനെ ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആയതിനാൽ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്കും പെട്ടെന്നുള്ള മാന്യതകൾക്കും വേണ്ടി നാം ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. യഹോവയിൽ തന്നെ ആശ്രയമായിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മെ മാനിക്കും. സ്തോത്രം. വീണ്ടും നാം വായിക്കുന്നു, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, കാരണം അത് ആറ്റിനരികെയാണ് നിൽക്കുന്നത്. അതേ, നാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആ ദൈവ സാന്നിധ്യത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികൾക്കും പ്രതീക്ഷിക്കാത്ത വരുന്ന അനർത്ഥങ്ങൾക്കും നമ്മെ തളർത്തിക്കളയുവാൻ കഴിയത്തില്ല. അടുത്ത് നാം വായിക്കുന്നു, അതിൻ്റെ ഇല പച്ചയായിരിക്കും. സ്തോത്രം. എപ്പോഴും പച്ചയായ ഒരു അനുഭവം, സ്തോത്രം, ആത്മീയ തീക്ഷ്ണതയുള്ള ഒരു അനുഭവം ആ വ്യക്തിക്കുണ്ടാകും. അവസാനമായി നാം വായിക്കുന്നു, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് സഭാപ്രസംഗി 3-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളിൽ
ഓരോ കാലങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എപ്പോഴും സമൃദ്ധിയുടെ കാലം മാത്രമായിരിക്കത്തില്ല, വരൾച്ചയുടെ കാലങ്ങളും ഉണ്ടാകും. എന്നാൽ ആ സമയത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്നത് ഈ ആറ്റിനരികെ വെള്ളത്തിനരികെ ഉയർന്നു നിൽക്കുന്ന വൃക്ഷം മാത്രമാണ്. അതേ ആമേൻ, സ്തോത്രം. ഏത് സാഹചര്യത്തിലും വരൾച്ചയുള്ള കാലത്തും സമൃദ്ധിയുടെ കാലത്തും സന്തോഷനാളുകളിലും ദുഃഖനാളുകളിലും എപ്പോഴും ഒരുപോലെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി യഹോവയിൽ സന്തോഷിച്ച് യഹോവയിൽ ആനന്ദിച്ച് ആമേൻ, സ്തോത്രം ഇരിക്കുന്ന അവസ്ഥ നമുക്ക് പ്രാപിക്കുവാൻ യഹോവയിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. അതേ സങ്കീർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു, അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം അങ്ങൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതെ, ഈ നാളുകളിൽ ആ സന്തോഷം സമാധാനം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടി നല്ല പ്രഭാതത്തിലും അങ്ങ് നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. അങ്ങനെ ആശ്രയിച്ച് അങ്ങേ മാത്രം ആശ്രയമാക്കിക്കൊണ്ട് ഓരോ ദിവസവും കാത്തിരുന്ന് ദൈവശക്തിയും ദൈവ സാന്നിധ്യവും അങ്ങയുടെ കൃപയും പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ കാലത്തും അങ്ങ് നിങ്ങളെ വഴി നടത്തുന്നതുമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്ഡ് ഫ്രൈഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.